ആത്മീയ ഭോജ്യത്തിൽ നാം ഇന്ന് വിചിന്തനം ചെയ്യുന്നത്, ജീവിതം നേരെയാക്കാൻ നമ്മൾ തയ്യാറാകുമ്പോൾ നമ്മുടെ കാര്യങ്ങൾ നടന്നു കിട്ടും എന്നുള്ള വചന സന്ദേശമാണ്. ഇതെല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യമാണ്. നമ്മുടെ കാര്യങ്ങൾ, നമ്മുടെ ഉദ്ദിഷ്ട കാര്യങ്ങൾ നടന്നു കിട്ടണം. ഇന്ന് പ്രഗത്ഭരായ വ്യക്തികളുടെ അടുത്തെത്താനുള്ള അതീവ താല്പര്യത്തോടുകൂടിയുള്ള പരിശ്രമങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. പക്ഷെ അതിനേക്കാൾ ആവശ്യമായ ഒരു കാര്യമുണ്ടെന്ന് കർത്താവ് നമ്മെ പഠിപ്പിക്കുന്നു. നിന്റെ വ്യാജം വെടിഞ്ഞ് ജീവിതം നേരെയാക്കിയാൽ ദൈവം നിനക്കായിട്ട് പ്രവർത്തിക്കും, നിന്റെ കാര്യങ്ങൾ ദൈവം നടത്തി തരും എന്നുള്ളത് കർത്താവ് വചനത്തിൽ നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമാണ്. എസെക്കിയേലിന്റെ പുസ്തകം 14-ാം അധ്യായം 7 മുതൽ വായിക്കുമ്പോൾ ഒരു വലിയ സന്ദേശം അവിടെ നമുക്ക് കാണാൻ പറ്റും. പാപഹേതുക്കൾ കൺമുമ്പിൽ വെച്ചിട്ട് നീ ദൈവഹിതം അറിയാൻ പ്രവാചകന്മാരെ സമീപിച്ചാലും ഞാൻ അവരിലൂടെ വ്യാജം പ്രവചിപ്പിക്കും. അവര് അറിയാതെ തന്നെ അവര് പറയും, ഇനി അതിന് ഉത്തരവാദി അവരല്ല, നീയാണ് എന്നുള്ളത് ആ വചനഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. കുറച്ചുകൂടെ വ്യക്തതയും മനസ്സിലാക്കാൻ ഞാൻ വേണേ ഇപ്രകാരം പറയാം. അവർക്ക് ദൈവഹിതം അറിയണം, ഭാവി ഭൂതം വർത്തമാനം അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അവർക്കറിയണം. പക്ഷെ അവര് പാപജീവിതം വെടിയാൻ തയ്യാറല്ല. പാപത്തിൽ വേരുറച്ച് നിന്നുകൊണ്ട് ദൈവഹിതം അറിയാനായിട്ട് ഒരുപാട് പ്രാർത്ഥനകളും പ്രാർത്ഥനക്കാരുടെ അടുത്ത് പോകാനും അവർ റെഡിയാണ്. കർത്താവ് പറയാണ്, നിന്റെ ഈ അവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട്, നിന്റെ ഈ മനോഭാവം മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ ചെയ്യാൻ പോകുന്നൊരു കാര്യമുണ്ട്. അവനെക്കൊണ്ട് വ്യാജം പ്രവചിപ്പിക്കും. നീ വിചാരിക്കുക അത് സത്യമാണെന്ന്, പക്ഷെ പിന്നീട് നീ തിരിച്ചറിയും അതായിരുന്നില്ല യാഥാർത്ഥ്യം. അവനൊരു കള്ളപ്രവാചകനായതുകൊണ്ടല്ല അങ്ങനെ സംഭവിച്ചത്, ഞാനാണ് അവനിലൂടെ ആ പ്രവൃത്തി ചെയ്തത്. കാരണം നിന്റെ പാപം, നീ പാപഹേതുക്കൾ കൺമുമ്പിൽ വെച്ചിട്ട് ദൈവഹിതം അറിയാൻ വേണ്ടി നീ പ്രവാചകനെ സമീപിച്ചത് കൊണ്ടാണ് ഞാൻ അപ്രകാരം ചെയ്തത് എന്നവിടെ പറഞ്ഞിരിക്കുന്നത് കാണാൻ പറ്റും. ഇതിന്റെ വെളിച്ചത്തിൽ നാം മനസ്സിലാക്കണം, നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മുടെ ജീവിതം വിശുദ്ധീകരിക്കുക, നമ്മുടെ ജീവിതം നേരെയാക്കുക. ഈ ഉടായ്പും കള്ളത്തരവും ഒക്കെ വെടിഞ്ഞിട്ട് സത്യസന്ധമായിട്ട് ജീവിക്കാൻ നമ്മൾ തയ്യാറാവുക. ദൈവം അത്ഭുതം പ്രവർത്തിക്കും. ഒരു സംഭവം ഞാൻ ഓർക്കുന്നു. ഒമാനിൽ കണ്ടുമുട്ടിയ ഒരു ഡോക്ടർ, അദ്ദേഹം പറഞ്ഞൊരു കാര്യം, ഒരു കാര്യം നടക്കാൻ വേണ്ടി പല പ്രാവശ്യം ഓഫീസ് കയറി ഇറങ്ങി, ഓരോരോ തടസ്സങ്ങളും നൂലാമാലകൾ. അദ്ദേഹം അങ്ങനെ ഇരിക്കുകയാണ്, ഒരു കാര്യം കേട്ടു, ഉപവാസ പ്രാർത്ഥനയുടെ ശക്തി. ആ മനുഷ്യൻ 3 ദിവസം ഒരു പരിത്യാഗ പ്രവൃത്തി, ഭക്ഷണം ഒരു നേരം മാത്രം കഴിച്ചല്ലെങ്കിൽ ഒരു നേരം വേണ്ടാന്ന് വെച്ച് അങ്ങനെ ത്യാഗോജ്വലമായിട്ട് പ്രാർത്ഥിച്ചു. അതിനുശേഷം ഇതേ കാര്യത്തിന് വേണ്ടി പോയി. അദ്ദേഹം പറയാണ്, വിളിച്ചോണ്ട് പോയി കാര്യം നടത്തി തരുന്നത് പോലെയാണ് എനിക്ക് അനുഭവപ്പെട്ടത്. അതുകൊണ്ട് ഉപവാസ പ്രാർത്ഥനയുടെ ബലം എന്താണെന്ന് എനിക്ക് മനസ്സിലായി. ജീവിതം നേരെയാക്കുകയും പ്രാർത്ഥിക്കാൻ നമ്മൾ തയ്യാറാവുകയും ചെയ്യുമ്പോൾ ദൈവം നമ്മുടെ കാര്യങ്ങൾ നടത്തി തരും എന്നുള്ളത് നമുക്കവിടെ മനസ്സിലാക്കാൻ പറ്റും. വിശുദ്ധ ഫിലിപ്പ് നേരി അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, നമ്മുടെ കഴിവ് കൊണ്ട് വർഷങ്ങളോളം നമ്മൾ നോക്കിയിട്ട് നടക്കാതെ പോയ ഒരു കാര്യം ദൈവം നടത്തിത്തരാനാണെങ്കിൽ ദൈവത്തിന് ഒരു നിമിഷം മതി. അതുകൊണ്ട് ദൈവം പ്രവർത്തിക്കണമെങ്കിൽ നമ്മുടെ ജീവിതം നമ്മൾ നേരെയാക്കണം. യോഹന്നാന്റെ സുവിശേഷം 9-ാം അധ്യായം 31 നമ്മൾ വായിക്കുന്നുണ്ട്, പാപിയുടെ പ്രാർത്ഥന ദൈവം കേൾക്കത്തില്ല. ആ മേഖല തൊടാതെ പ്രാർത്ഥനയുടെ നീളം കൂട്ടിയാലും എത്ര പ്രഗത്ഭരായ പ്രാർത്ഥനക്കാര് ധ്യാനഗുരുക്കന്മാരെ സമീപിച്ചെന്ന് പറഞ്ഞാലും ദൈവം നമ്മുടെ കാര്യം നടത്തി തരണമെന്നില്ല. ഏതാനും കാര്യങ്ങൾ നമ്മൾ വചന വെളിച്ചത്തിൽ മനസ്സിലാക്കാൻ പോവുകയാണ്. എങ്ങനെയാണ് നമ്മുടെ ജീവിതം നേരെയാക്കാൻ പറ്റുക? ലേവ്യരുടെ പുസ്തകം 19-ാം അധ്യായം മാത്രം എടുത്താണ്. ലേവ്യർ 19-ാം അധ്യായം, ഒരു 19 കാര്യങ്ങൾ അവിടെ നമുക്ക് കാണാൻ സാധിക്കും. എങ്ങനെയാണ് ജീവിതം നേരെയാകേണ്ടത്, അല്ലെങ്കിൽ നേരെയല്ലാത്ത ഒരവസ്ഥയിലാണ് നാം ജീവിക്കുന്നത് എങ്കിൽ ഈ വചനഭാഗങ്ങൾ നമ്മെ ആ ഒരു കാര്യം ബോധ്യപ്പെടുത്തി തരും. യെശയ്യായുടെ പുസ്തകം 58-ാം അധ്യായം 6 മുതൽ വായിച്ചാലും നമ്മൾ കാണുന്നുണ്ട്, നമ്മുടെ ജീവിതം നേരെയാക്കണം, പാപം വെടിയണം, പുണ്യങ്ങൾ അഭ്യസിക്കണം, എന്നിട്ട് പ്രാർത്ഥിക്കുക. ദൈവത്തിൻ്റെ ആ ഒരു റെസ്പോൺസ് ഉടനടി ഉണ്ടാകും എന്നുള്ളത് ആ വചനഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്ന കാര്യമാണ്. 1 പത്രോസ് 3-ാം അധ്യായം 12 വായിച്ചാൽ, പാപികളിൽ നിന്ന് കർത്താവ് മുഖം തിരിക്കുന്നവനാണ്, പക്ഷെ അവൻ്റെ കണ്ണും കാതും ജാഗരൂകമാണ് ഈ നീതിമാന്മാരുടെ പ്രാർത്ഥനയുടെ നേരെ. നമ്മുടെ ജീവിതം നേരെയാക്കിയിട്ട് പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥന സ്വർഗത്തിലെത്തും, അത് ഫലമണിയും. ജീവിതം നേരെയാക്കാനുള്ള ഒരു 19 കാര്യങ്ങൾ ലേവ്യർ 19-ാം അധ്യായത്തിൻ്റെ വെളിച്ചത്തിൽ, ഈ അധ്യായം ഏതാനും പ്രാവശ്യം ഒന്ന് വായിച്ച് ധ്യാനാത്മകമായിട്ട് വായിച്ച് മനസ്സിലാക്കുന്നത് നല്ലതാണ്. ഞാൻ പെട്ടെന്ന് അങ്ങ് പറഞ്ഞു പോകുന്നതേ ഉള്ളൂ. 2-ാമത്തെ വചനത്തിൽ നമ്മൾ കാണുന്ന ഒരു കാര്യം, നിങ്ങൾ പരിശുദ്ധരായിരിക്കണം. ഏതെങ്കിലും വിധത്തിലുള്ള അശുദ്ധി നമ്മിൽ കിടപ്പുണ്ടെങ്കിൽ നമ്മളെ തന്നെ വിശുദ്ധീകരിക്കണം. 3-ാമത്തെ വചനം, മാതാപിതാക്കളെ ബഹുമാനിക്കണം. ആ ഒരു കാര്യത്തിൽ കുറവ് വന്നിട്ടുണ്ടെങ്കിൽ അത് പരിഹരിക്കണം. നമ്മുടെ മാതാപിതാക്കളെ നമ്മൾ ബഹുമാനിക്കണം. അപ്പോൾ നമ്മുടെ പ്രാർത്ഥന സ്വർഗത്തിലെത്തും. 3-ാമത്തെ വചനം, സാബത്ത്
ആചരിക്കണം. ചിലരെ സംബന്ധിച്ചിടത്തോളം സാബത്ത് ദിവസം എന്ന് പറയുന്നത് അവർക്കില്ല. ഇനി അതല്ല, ഒരു ദിവസം ജോലിയില്ലെങ്കിൽ തന്നെ ആ ദിവസമായിരിക്കാം അലക്കും അങ്ങനെയുള്ള മറ്റു പല കാര്യങ്ങൾക്കായിട്ട് അത് മാറ്റിവെച്ചിരിക്കുന്നത്. സാബത്ത് എന്ന് പറഞ്ഞാൽ ഒരു ദിവസം ആത്മീയ കാര്യങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കുക എന്നുള്ളതാണ്. വീണ്ടും നമ്മൾ കാണുന്നുണ്ട് വിഗ്രഹാരാധന അരുത്. 4-ാമത്തെ വചനത്തിൽ പറഞ്ഞിരിക്കുന്നത് വിഗ്രഹാരാധനകളെ ആരാധകരെ ദൈവം വിച്ഛേദിച്ച് കളയും എന്നുള്ളത് ലേവ്യരുടെ പുസ്തകം 20:6 നമ്മൾ വായിക്കുന്ന. അതുകൊണ്ട് അന്യദൈവങ്ങളെ ആരാധിക്കരുത് എന്നുള്ളത് കർത്താവ് നമ്മെ ഓർമ്മിപ്പിക്കുന്ന കാര്യമാണ്. വീണ്ടും നമ്മൾ കാണുന്നുണ്ട് 10-ാമത്തെ വചനം എടുക്കുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, പാവങ്ങളെപ്പറ്റി ചിന്ത വേണം. പാവപ്പെട്ടവരെ നമ്മൾ മാനിക്കണം, സഹായിക്കണം. അത് ദൈവം നമ്മോട് ആവശ്യപ്പെട്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ഗലാത്യർ 2-ാം അധ്യായം 10-11 വായിക്കുമ്പോൾ പൗലോസ് പറയുന്നുണ്ട്, ശിഷ്യന്മാര് എന്നെ നിയോഗിച്ചപ്പോൾ എന്നോട് ആകപ്പാടെ പറഞ്ഞൊരു കാര്യമുണ്ട്, പാവങ്ങളെപ്പറ്റി നിനക്ക് ചിന്ത വേണം. അതുകൊണ്ട് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. 11-ാമത്തെ വചനത്തിലേക്ക് വരുമ്പോൾ മോഷണം, വ്യാജം, വഞ്ചന എന്നിവ അരുത്. ഇതിന് നമ്മുടെ ജീവിതത്തിലും കുടുംബത്തിലും സ്ഥാനം കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ നമ്മുടെ പ്രാർത്ഥന സ്വർഗത്തിലെത്തുമെന്ന് വിചാരിക്കാൻ പറ്റും? നുണ വികൃതമായൊരു കറയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ക്രിസ്ത്യാനികളുടെ ജീവിതത്തിന് കറ പുരളാൻ കാരണമാകും നുണ പറയുന്നത്, അസത്യം കാണിക്കുന്നത്, അസത്യത്തിൽ ജീവിക്കുന്നത്. 13-ാമത്തെ വചനം, അയൽക്കാരെ ദ്രോഹിക്കരുത്. ദൈവത്തിന് പ്രീതികരമായൊരു കാര്യമാണ് അയൽക്കാരോട് സൗഹൃദം പുലർത്തുന്നത്. പ്രഭാഷകൻ 25-ാം അധ്യായത്തിന്റെ ആദ്യ വചനം വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണാൻ പറ്റും. മറ്റൊന്ന് പറഞ്ഞിട്ടുണ്ട് 14-ാമത്തെ വചനത്തിൽ, ചെകിടനെ ശപിക്കരുത്, കുരുടനെ വഴി തെറ്റിക്കരുത്, അവൻ്റെ വഴി അടയ്ക്കരുത്. ഇങ്ങനെയുള്ള കാര്യങ്ങളും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. കാരണം പാവപ്പെട്ടവരുടെ കൂടെ നിൽക്കുന്ന, അവർക്ക് വേണ്ടി വാദിക്കുന്ന ഒരു ദൈവമാണ് ഈ നമ്മുടെ ദൈവം എന്നുള്ളത് നാം തിരിച്ചറിയണം. 15-ാമത്തെ വചനം പറയാണ്, അനീതിയായി വിധിക്കരുത്. കർത്താവ് തന്നെ ആവശ്യപ്പെട്ട ഒരു കാര്യമാണ്, അന്യരെ വിധിക്കരുത്. അനീതിയായി വിധിക്കുന്നത് ഒരു വലിയ പാപമാണ്. 16-ാമത്തെ വചനം, ഏഷണി പറഞ്ഞു നടക്കരുത്. ഏഷണിക്കാര് ശപിക്കപ്പെട്ടവർ എന്നാണ് പ്രഭാഷകൻ 28:13 മുതൽ വായിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുക. 17-ാമത്തെ വചനം പറയാണ്, സഹോദരരെ വെറുക്കരുത്. ഒരു സഹോദരരെ വെറുത്താൽ നമുക്ക് ബലിയർപ്പിക്കാനോ പ്രാർത്ഥിക്കാനോ നമുക്ക് അവകാശമില്ല. നമ്മുടെ പ്രാർത്ഥന, നമ്മുടെ കാഴ്ചദ്രവ്യങ്ങൾ സ്വർഗത്തിൽ എത്തത്തില്ല. 13-ാമത്തെ വചനം, വേലക്കാരന് കൂലി കൊടുക്കാൻ വൈകരുത്. 18, പകയോ പ്രതികാരമോ പാടില്ല. 19-ാമത്തെ വചനം, മൃഗവുമായി ഇണചേരുന്നത് അരുത്. 26-ാമത്തെ വചനത്തിലേക്ക് വരുമ്പോൾ അവിടെ നമ്മൾ കാണുന്നുണ്ട്, ശകുനം, ആഭിചാരം, ദുരാചാരങ്ങൾ എന്നിവ അരുത്. നിയമാവർത്തനം 18:9 മുതൽ വായിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്ന കാര്യമാണ്. 28-ാമത്തെ വചനം എടുക്കുമ്പോൾ ദേഹത്ത് പച്ച കുത്തരുത്. 32-ാമത്തെ വചനം, പ്രായം ചെന്നവരോട് ആദരവ് കാണിക്കണം. ഇതെല്ലാം ലേവ്യർ 19-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്ന ഒരു 19 കാര്യങ്ങളാണ്. ഇത് തിരുത്തേണ്ടതായിട്ടുള്ള പല കാര്യങ്ങളുണ്ട്, ഏറ്റെടുക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളുണ്ട്. അതിന് തീരുമാനമെടുത്തുകൊണ്ട് നമുക്ക് പ്രതിഷ്ഠാ ജപത്തിൽ പങ്കുചേരാം. നല്ലവനും ലോകരക്ഷകനുമായ ദൈവമേ, ഈ നോമ്പുകാലം നൽകി ഞങ്ങളെ അനുഗ്രഹിച്ചതിന് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും തൻ്റെ ആത്മാവ് നഷ്ടമായാൽ അവൻ എന്ത് നേടി എന്നരുൾ ചെയ്ത ദൈവമേ, ആത്മീയ നന്മകളാൽ ഞങ്ങളെ അലങ്കരിക്കുകയും ആത്മരക്ഷ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യുകയും ചെയ്യണമേ. ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളിലും ഞങ്ങളെ സഹായിക്കുകയും ഈ ആരാധനയിൽ ഞങ്ങൾ സമർപ്പിക്കുന്ന നിയോഗങ്ങൾ നിറവേറ്റി തരികയും ചെയ്യണമേ. ആമേൻ. നമ്മുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളെയും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് കർത്താവിനെ സ്തുതിച്ച് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദവും സ്വീകരിക്കാം. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും അവിടുന്ന് കൈക്കൊണ്ട് ഞങ്ങൾക്ക് നന്മയാകുന്നത് നൽകി അനുഗ്രഹിക്കുവാൻ തിരുവുള്ളമാകണമേ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും നമുക്ക് നാളെ ഒന്നിക്കാം. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.